Hi friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു എങ്ങനെയാണ് ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യത്തെപ്പറ്റി. അപ്പോൾ KTUവിൽ തന്നെ ആക്ച്വലി ഇങ്ങനെ ഒരു സർക്കുലർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് ഈ പറയുന്ന ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്ത ഒരാൾ എന്നാൽ ആ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ KTUവിലെ അക്കാഡമിക് സ്റ്റാൻഡേർഡുകളായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ KTU യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ബേസിക്കലി കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ആക്ച്വലി ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓട്ടോ ജനറേറ്റ് ഉള്ള ഒരു യൂസ് നെയിമും പാസ്വേഡും വരും. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആക്ച്വലി റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ പറയുന്ന KTUവിൽ വരുന്ന ഇക്വലൻസ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ യോഗ്യതായിട്ടുള്ള അങ്ങനെ കുറേയധികം റെഗുലേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആക്ച്വലി ആ റെഗുലേഷനിലൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക. ആൻഡ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതായത് ഡിഗ്രി നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ ഡിഗ്രിയിലുള്ള രജിസ്ട്രാറിൻ്റെ അറ്റസ്റ്റേഷൻ വേണം. ഈ പറഞ്ഞ പോലെ റെഗുലേഷനിലും സ്കീമിലും സിലബസിലൊക്കെ അറ്റസ്റ്റേഷൻ വേണം. അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഓൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഫ്രം 10th onwards 10 തൊട്ടുള്ള എല്ലാ കോപ്പീസും അതുപോലെ കോപ്പീസ് എല്ലാം വേണം. അതുപോലെ തന്നെ അതും അറ്റസ്റ്റഡ് ആയിരിക്കണം. ആൻഡ് ബാക്കി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോപ്പി ഓഫ് ദ ലെറ്റർ ഫ്രം ദ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിംഗ് ദ പീരീഡ് ഓഫ് സ്റ്റഡി, അതായത് ആ ഒരു പീരീഡ് ഓഫ് സ്റ്റഡിയുടെ ഒരു കോപ്പി ഓഫ് ലെറ്ററും കൂടി നമുക്ക് വേണം. ഓക്കെ, ആൻഡ് അതും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ലെറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് മാത്രമേ ആപ്ലിക്കേഷൻ സമയത്ത് അയക്കാവുള്ളൂ, അതായത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ എക്സാക്ട് ഡീറ്റെയിൽസ് മാത്രമേ പറയുന്ന ഫീൽഡിലെല്ലാം കൊടുക്കാനും പാടുള്ളൂ. ആൻഡ് ഈ പറയുന്ന എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുകയോ തെറ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ കാൻഡിഡേറ്റിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. അതായത് അദ്ദേഹം മാത്രമായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാകുക പറയുന്ന ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തതിനോ അല്ലെങ്കിൽ പറയുന്ന ഒരു ഫ്രോഡുലന്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തതിനോ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈ പറയുന്ന ഏത് സമയത്തുണ്ടെങ്കിലും കാൻഡിഡേറ്റിന് ആ ഒരു സബ്മിഷൻ പ്രോസസ്സ് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പിന്നെ പ്രിവ്യൂ ചെയ്യാം നമുക്ക് ഫൈനൽ സബ്മിഷൻ അയക്കുന്നതിന് മുന്നേ. പിന്നെ ഒരു ഫീ പറയുന്നുണ്ട്. അപ്പോൾ ഫീനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഫീയുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഇക്വലൻസി സർട്ടിഫിക്കേഷൻ എങ്ങനെ അയക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എലിജിബിലിറ്റി എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ KTU സൈഡിൽ നിന്ന് തന്നെ ഉള്ള ഒരു പബ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു പബ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ആക്ച്വലി താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ വി ക്യാൻ സേ അനദർ വീഡിയോ. ബൈ.